ഹലോ വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി തേൻമുട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് പച്ചരി ചേർക്കുക. പച്ചരിയിലോട്ട് ഒരു 4 സ്പൂൺ 4-5 സ്പൂൺ ഉഴുന്ന് ചേർക്കുക. നല്ല ചൂടുവെള്ളം പച്ചരിയിലോട്ടും ഉഴുന്നിലോട്ടും ഒഴിക്കുക. ഒരു 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നോർമൽ വെള്ളത്തിൽ നന്നായി കഴുകി ഏകദേശം 2 മണിക്കൂറോളം കുതിരാനായിട്ട് മാറ്റി വെക്കുക. 2 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർക്കുക. ഉഴുന്നും പച്ചരിയും നന്നായിട്ട് അരച്ചെടുക്കുക. ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ബൗളിലോട്ട് മാറ്റിയതാണ്. ഏകദേശം നന്നായിട്ട് അരച്ചിരിക്കണം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ ഉഴുന്നും പച്ചരിയും ഒരല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് നരച്ചെടുക്കാൻ. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുക. ഒരു പിങ്ക് കളറ്, ഏത് ഫുഡ് കളർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ പിങ്ക് കളറ് ഫുഡ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 ഡ്രോപ്സ് ചേർക്കുക. പിന്നീട് ഒരല്പം ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കുക. പിന്നീട് ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് പഞ്ചസാരയും, നമ്മൾ ഏത് കപ്പിലാണോ പഞ്ചസാര എടുത്തത് അതിൻ്റെ പകുതിയോളം വെള്ളവും കൂടെ ചേർത്ത് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാത്രം വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പഞ്ചസാര പാനിയാക്കി എടുക്കുക. പാനി തയ്യാറായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസി വേണേ. പിന്നീട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ മിക്സ് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാത്രം വെച്ച് ഒരല്പം എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഒരു ചെറിയ സ്പൂൺ ഉപയോഗിച്ച് ഇതേപോലെ ചെറുതായിട്ട് ബോൾസ് രൂപത്തിൽ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മുരിയേണ്ട ആവശ്യമില്ല, അപ്പോൾ അത് ഹാർഡായി പോവും. കുറച്ച് സോഫ്റ്റ്നെസ്സിനായിട്ട് ഒരല്പം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി കേട്ടോ. പിന്നീട് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റുക. ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ പുറത്തോട്ടാണ് ഞാനത് മാറ്റിയിരിക്കുന്നതിൽ എണ്ണമയെല്ലാം നന്നായിട്ടൊന്ന് പോകാനായിട്ട്. പിന്നീട് നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ചിരുന്ന പഞ്ചസാര പാനിയിലോട്ട് അത് ചേർക്കുക. നല്ല ചൂട് ഉണ്ടായിരിക്കണം കേട്ടോ പഞ്ചസാരപ്പാനിക്ക്, എങ്കിലേ പെട്ടെന്ന് പഞ്ചസാരപ്പാനിയിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പഞ്ചസാരപ്പാനി നന്നായിട്ടൊന്ന് പിടിക്കുകയുള്ളൂ. ആ ബോൾസിലോട്ട് നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട് പഞ്ചസാരപ്പാനി നന്നായിട്ട്. പിന്നീട് ഒരു പാത്രത്തിലോട്ട് മാറ്റുക. അതിനുശേഷം ഇതൊരു പൊടിച്ച പഞ്ചസാരയാണ്. തേൻമുട്ടായി ആ പൊടിച്ച പഞ്ചസാരയിലോട്ട് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക. ഇത് തികച്ചും ഓപ്ഷണലി ആണ് കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതേപോലെ ചെയ്താൽ മതി. പഴയകാല നൊസ്റ്റാൾജിയ എല്ലാം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരും. നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടപ്പെടും. സെർവിങ് പാത്രത്തിലോട്ട് മാറ്റിയതാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേൻമുട്ടായിയാണ്. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഉടനടി കാണാനായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കണുണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാനായിട്ട് സാധിക്കും. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യണേ. അതിൻ്റെ ഇപ്പുറം ഒരു സബ്സ്ക്രൈബ് ബട്ടണും ഉണ്ട്, അതിലും നിങ്ങളൊന്ന് പ്രസ് ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. മറ്റൊരു പുതിയ അടിപൊളി കിടിലൻ വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ ബൈ, താങ്ക് യു.